അബ്രഹാമിനെ കുറിച്ച് പറയുന്നത്? ബഹുജാതികൾക്ക് നിന്നെ പിതാവാക്കി വെച്ചിരിക്കുന്നു പറഞ്ഞപ്പോൾ നക്ഷത്രങ്ങളെ നോക്കുന്ന ദൈവം പറഞ്ഞു, ഭൂമിയിലെ പൂഴിയെ നിനക്ക് എണ്ണാൻ കഴിയുമോ എന്ന് ദൈവം ചോദിച്ചു. താൻ അത് കണ്ടിട്ട് അനവധി മക്കളുടെ പിതാവ്, അനവധി മക്കളുടെ മാതാവ് എന്ന ലെവലിൽ സാറ. അപ്പൊ അവരതുപോലെ കാണാനും സംസാരിക്കാനും തുടങ്ങി. ലഭിച്ചു എന്ന് വിശ്വസിച്ചപ്പോൾ ആക്ച്വലി എന്തോ സംഭവിച്ചേ? ആത്മമണ്ഡലത്തിൽ ദൈവം ഒരുക്കിയിരുന്ന നിന്റെ ഉദരത്തിൽ നിന്ന് തന്നെ ഇസഹാക്ക് തന്നെ എന്ന് പറഞ്ഞ ആ വ്യക്തി, ആ വാഗ്ദത്തം, ദൈവം പറഞ്ഞ ആ ഉടമ്പടി ആത്മമണ്ഡലത്തിൽ നിന്ന് അബ്രഹാമിലേക്ക് വരികയാണ്. വേണമെങ്കിൽ ഇങ്ങനെ പറയാം, സാറയുടെ ഗർഭപാത്രത്തിലേക്ക് അത് ഉരുവാകുകയാണ്. അതാണ് വിശ്വാസം. ആ തലം നിങ്ങൾ മനസ്സിലാക്കണം. അതിനെ നമ്മൾ എപ്പോഴും പറയേണ്ടത്, കർത്താവെ ലഭിച്ചതിനായി സ്തോത്രം. ഒരു വീടിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാൾ, സഭയിൽ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാൾ, സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാൾ, ഞാൻ സൗഖ്യമായി, ദൈവം എന്നെ സൗഖ്യമാക്കി. അതാണ് കർത്താവ് പറഞ്ഞ്, പ്രാർത്ഥിക്കുമ്പോഴൊക്കെയും ചോദിക്കുന്നു ലഭിച്ചു. അല്ലെ നമുക്ക് ഒരു ബന്ധവുമില്ലാതെ ചുമ്മാതെ ഭിത്തിയോട്, പൗലൂസിന്റെ ഭാഷ പറഞ്ഞ ചുമ്മാതെ ആകാശത്തോട്ട് നോക്കി മുഷ്ടിയുദ്ധം ചെയ്യുന്നതുകൊണ്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്യും. ജൽപ്പനം, ജാതികളെ പോലെ നാം ജൽപ്പനം ചെയ്തുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഞാൻ പറയാം, എൻ്റെ കർത്താവിൻ്റെ കാര്യങ്ങളിൽ കൊടുത്തു. അതാണ് യോഹന്നാൻ പറയുന്നത്, നിങ്ങൾ എന്തെങ്കിലും അവനോട് അപേക്ഷിച്ചാൽ അവൻ നിങ്ങളുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകും.